ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയ വൈറൽ താരവും സെലിബ്രിറ്റിയും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ രേണു സുധി ഇപ്പോൾ യൂട്യൂബേഴ്സിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് രേണു സുധി നിയമപരമായി മുന്നോട്ട് പോകും, കേസുമായിട്ട് ഇതിനെ നേരിടും, മാനനഷ്ടത്തിന് കേസ് കൊടുക്കും എന്നൊക്കെയാ പറയുന്നത്. അപ്പൊ എന്താ കാരണം എന്നുള്ളത് നമുക്കൊന്ന് കാണാം. ഹായ്, നമസ്കാരം. രേണു സുധിയാണ്. ഞാൻ വന്നത് വേറൊന്നിനുമല്ല. നിങ്ങൾക്കറിയാം, ഞാൻ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സബ്സ്ക്രിപ്ഷൻ ഇപ്പോൾ ആയിട്ടുണ്ട്. ഒരുപാട് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരൊക്കെ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. സോ എന്താ പറയാ, എന്നെ പോലെ തന്നെ, അതായത് മിക്ക വലിയ വലിയ ആർട്ടിസ്റ്റുകളും സെലിബ്രിറ്റികളും സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട് അല്ലെ, നിങ്ങൾക്കറിയാം. സോ അവരുടെയൊക്കെ സബ്സ്ക്രിപ്ഷനിൽ ചെന്നിട്ട് റിയാക്ഷൻ വീഡിയോ പറയുന്നവന്മാര് ചെന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അവരുടെയൊക്കെ പോസ്റ്റ് പേഴ്സണലി കൊടുക്കുന്ന അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷന് മാത്രം ചെയ്യുന്ന പോസ്റ്റുകളും റീൽസുകളും സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടാലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് എന്താണ് ഇവർ എന്നോട് ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യമായിട്ടും ഞാൻ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. കാരണം മെറ്റ എന്ന പ്ലാറ്റ്ഫോം എനിക്കും കൂടി തന്നതാണിത് സബ്സ്ക്രിപ്ഷൻ. മനസ്സിലായോ? സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നവർക്ക്, അതായത് സബ്സ്ക്രൈബേഴ്സിന് മാത്രമാണ് ഇടേണ്ട പോസ്റ്റ്. അത് നീ കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ട് നീ സ്ക്രീൻഷോട്ട് എടുത്ത് പബ്ലിക് ആക്കുന്നു. നിനക്കൊക്കെ എന്തുവാടാ? നിനക്കൊക്കെ കണ്ടന്റിന് വേണ്ടിയിട്ടാണോ? എന്നും അല്ലാതെ തന്നെ എനിക്ക് ഒരുപാട് കണ്ടന്റ് ഞാൻ നിനക്കൊക്കെ തരുന്നില്ല. അതെടുക്കാൻ വേണ്ടി ഈ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്ന എന്താ പറയാ, അവർക്ക് വേണ്ടി മാത്രം എടുത്ത പോസ്റ്റുകളും മിക്ക സെലിബ്രിറ്റികളും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. നീയൊക്കെ ഒന്ന് വലിയ വലിയ സെലിബ്രിറ്റികൾ ചെയ്യുന്നുണ്ടല്ലോ സബ്സ്ക്രിപ്ഷൻ. അവരുടെയൊക്കെ സബ്സ്ക്രിപ്ഷനിൽ കയറി നീയൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തൊന്ന് പബ്ലിക് ആക്കിക്കുക. അപ്പൊ വിവരം അറിയാം. അപ്പൊ ഈ എന്റെ മെക്കെട്ട് കയറാനേ നിനക്കൊക്കെ അറിയത്തുള്ളൂ. എന്റെ സബ്സ്ക്രിപ്ഷനിൽ വന്നിട്ട് അത് സ്ക്രീൻഷോട്ട് എടുക്കുക, പബ്ലിക് ആക്കുക. നാണം ഉണ്ടോടാ നിനക്കൊക്കെ? നാണം ഉണ്ടോ? ഞാനൊരു കേസ് ഫയൽ ചെയ്യാൻ അങ്ങ് തീരുമാനിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെറ്റ എന്ന പ്ലാറ്റ്ഫോം എനിക്കും കൂടെ തന്നതാണ്. മനസ്സിലായോ? മിക്ക സെലിബ്രിറ്റീസിനും കൊടുത്ത പോലെ എനിക്കും കൂടെ തന്നെയാണ് ആ ഒരു പ്ലാറ്റ്ഫോം. ഞാനും കൂടെ എന്താ പറയാ, സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രം കാണാനാണ്. അത് നീ പേഴ്സണൽ അതിനകത്ത് വന്നിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക, പബ്ലിക് ആയിട്ട് കാണും. നീ സ്ക്രീൻഷോട്ട് എടുത്ത് നിന്റെ ഫോണിൽ വെച്ചോ. നീ എന്തിനാ പബ്ലിക് ആക്കുന്നത്? ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുന്നതല്ലേ. നിന്റെ വീട്ടിലെ കാശ് കൊണ്ടൊന്നും അല്ലല്ലോ ഇത് ചെയ്യുന്നത്. ഇത് മെറ്റ പ്ലാറ്റ്ഫോം എനിക്ക് തന്നതല്ലേ. ഞാൻ നോക്കട്ടെ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോന്ന്, ഈ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പറ്റുമോന്ന് ഞാൻ നോക്കട്ടെ. വേറെ വല്ല സെലിബ്രിറ്റികളുടെ നീയൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കിയാൽ വിവരം അറിയും നീയൊക്കെ. മനസ്സിലായോ? അപ്പൊ എല്ലാരും കേട്ടല്ലോ. സംഭവം ഇതാണ്. ഇപ്പൊ രേണു സുധി ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ പരിപാടിയൊക്കെ തുടങ്ങി. അതായത് സെലിബ്രിറ്റീസ് ഒക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ്. സബ്സ്ക്രൈബ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവരിടുന്ന ഹോട്ട് വീഡിയോസ്, പോസ്റ്റുകള്, ലൈവുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മുടെ രേണു സുധിയും തുടങ്ങി. അപ്പൊ അതില് ആരൊക്കെയോ ചെന്നിട്ട്, ചില യൂട്യൂബർമാരൊക്കെ ചെന്നിട്ട് അതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് രേണു സുധി അതിലിടുന്ന ഫോട്ടോസ്, വീഡിയോസ് ഒക്കെ എടുത്ത് പബ്ലിക് ആക്കുന്നു എന്ന് പറഞ്ഞിട്ട് കട്ടക്കലിപ്പിലാണ് നമ്മുടെ രേണു സുധി എത്തിയിരിക്കുന്നത്. അപ്പൊ രേണു സുധി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പരാതി കൊടുക്കും, ഞാനൊരു സെലിബ്രിറ്റി അല്ലേ. രേണു സുധി സെലിബ്രിറ്റി അല്ലേ, സോഷ്യൽ മീഡിയ താരം, സെലിബ്രിറ്റി, ബിഗ് ബോസ് താരം. അപ്പൊ പുള്ളിക്കാരി ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയപ്പോഴത്തേക്കും ഏതൊക്കെയോ ചാരപ്പണി ചെയ്യുന്ന ആരോ ചെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് രേണുവിന്റെ വീഡിയോസ്, പോസ്റ്റ് ഒക്കെ എടുത്തുകൊണ്ട് പബ്ലിക് ആക്കുവാണ്. അപ്പൊ അതിനെതിരെയാണ് രേണുവിന്റെ ഈ ഒരു വിമർശനം, അല്ലെങ്കിൽ രേണു ഇത്ര പൊട്ടിത്തെറിച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും, അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് വന്ന് കിടന്നങ്ങോട്ട് ജലാന്നും പറഞ്ഞ് അങ്ങ് ചലയ്ക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, രേണു സുധിയുടെ ഇനി എന്ത് എക്സ്ക്ലൂസീവ് ആണ് കാണേണ്ടത്? ഓൾറെഡി എല്ലാം സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കഴിഞ്ഞു. ഇനിയിപ്പൊ എന്തുവാ കാണിക്കാനുള്ളത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഊളകളാണെന്ന് അറിഞ്ഞില്ല ഈ രേണുവിന്റെ എക്സ്ക്ലൂസീവ് പോസ്റ്റുകളും വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആരാണെന്ന് അറിയില്ല. എന്തായാലും കൊള്ളാം കേട്ടോ. തുടക്കം തന്നെ രേണു സുധിക്ക് എത്രയൊക്കെയോ നല്ല രീതിയിലുള്ള എമൗണ്ട് ഒക്കെ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ വഴി ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു കുന്തളിപ്പാന്ന് തോന്നുന്നു. എന്തായാലും എന്റെ ഒരു അഭിപ്രായത്തിൽ ആൾക്കാരെ തെറ്റു പറയാൻ പറ്റത്തില്ല. രേണു എന്താണ് കാണിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആരോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിനകത്ത് വന്ന് ഇരിപ്പുണ്ട്, രേണു ഇടുന്ന ഫോട്ടോസും വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അത് യൂട്യൂബേഴ്സിനൊക്കെ കിട്ടുന്നുമുണ്ട്. ഏതെങ്കിലും ഒരു യൂട്യൂബർ ഫോട്ടോസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത യൂട്യൂബറും അതെടുത്തിടും. അത്രയേ ഉള്ളൂ സംഭവം. എന്തായാലും നമ്മൾ ആരും ഈ അപരാധം കാണാനായിട്ട് സബ്സ്ക്രൈബും ചെയ്തിട്ടില്ല, ഒരു മണ്ണാങ്കട്ടയും ചെയ്തിട്ടില്ല. അതും പ്രത്യേകിച്ച് രേണു സുധിയുടെ. അപ്പൊ രേണു സുധി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേതെങ്കിലും സെലിബ്രിറ്റീസിന്റെ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുവോ? സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് പബ്ലിക് ആക്കുവോ? അപ്പൊ രേണു സുധി എടുത്ത് എന്തും ആകാം. ഞാൻ പരാതി കൊടുക്കാൻ പോവാണ്, ഇതിനെതിരെ ഞാൻ പ്രതികരിക്കും, ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്ന്. എന്നാ പിന്നെ ഒന്ന് കാണണമല്ലോ, എന്നാ കൊണ്ട് കേസ് കൊടു, അത് നമുക്ക് കാണണമല്ലോ. ഇനിയിപ്പോ സോഷ്യൽ മീഡിയയിൽ എന്തുവാ കാണിക്കാനുള്ള? ഓൾറെഡി എല്ലാം കാണിച്ചു. ഏത് നേരെ എക്സ്പോസ് ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടാണ് ആള് നടക്കുന്നതും
എല്ലാം. പിന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നവരെ എന്തോ കാണിക്കാനാണ്. ഇനിയിപ്പൊ അഥവാ എന്തെങ്കിലുമൊക്കെ കാണിക്കണമെങ്കിൽ പോലും അത് കാണണമെന്ന് ആഗ്രഹമുള്ളവരല്ലേ വന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ അവരെ കുറ്റം പറയാൻ പറ്റുമോ? എന്തായാലും കൊള്ളാം. പിന്നെ ഇൻസ്റ്റയില് ഇപ്പം സബ്ബൊക്കെ തുടങ്ങിയെന്ന് പറയുന്നതായിട്ട്. തീർച്ചയായിട്ടും ഞാൻ ഇതിന് മുന്നേ കുറെ നാൾ മുന്നേ ബിഗ് ബോസിൽ ഇറങ്ങിയ സമയത്ത് തന്നെ ഞാൻ ഓർത്താണ്. പക്ഷെ എനിക്ക് സമയം കിട്ടിയില്ല. നിങ്ങൾക്ക് അറിയാലോ, എനിക്ക് ഇങ്ങനെ മുട്ടിന് ആൽബങ്ങളും ഷോർട്ട് ഫിലിമുകളും ഇങ്ങനെ പിന്നെ ദുബായ് ബേഗറിന് അങ്ങനെ ഓട്ടമായതുകൊണ്ട് തുടങ്ങാൻ പറ്റിയില്ല. എന്തായാലും ഞാൻ തുടങ്ങി. സന്തോഷം എന്ന് പറയട്ടെ, നല്ല കുറെ സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ വന്നു. എത്ര രൂപയാണ് സബ്? ഞാൻ ഫസ്റ്റ് 45 ആയിരുന്നു, അത് മാറ്റിയിട്ട് ഇപ്പൊ 180 ആക്കിയത്. എന്തായാലും സബ് ഉണ്ടോ? എത്ര സബായി? എനിക്ക് തോന്നുന്നു, ഞാൻ അങ്ങനെ എപ്പോഴും നോക്കാറില്ല. രാവിലെ എന്തെങ്കിലും പോസ്റ്റ് ഇടുമ്പത്തേന് ജസ്റ്റ് നോക്കാറുണ്ട്, സ്റ്റോറി ഇടുമ്പത്തേന്. തോന്നുന്നു ഇപ്പൊ 400 കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും സന്തോഷം. അതെന്ന് വെച്ചാല് അതിന് കുറെ വിമർശനങ്ങളും കുറെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് മിക്ക സെലിബ്രിറ്റീസിനും സബ് അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്കാർക്കും അവര് സബ് ചെയ്തെന്ന് അവർക്കും പിന്നെ അവരുടെ സബ് ചെയ്ത ആൾക്കാർ ഇത് ചെയ്ത ആൾക്കാർക്ക് സബ്സ്ക്രിപ്ഷൻ ചെയ്ത ആൾക്കാർക്ക് മാത്രമേ എനിക്കൊന്നും അറിയാവുള്ളൂ എന്ന് തോന്നുന്നു. പക്ഷെ ഇത് രേണുസുതി ഒരു സബ് ചെയ്തപ്പോഴത്തേന് ഉള്ള വ്ളോഗേഴ്സ് നെഗറ്റീവ് പറയുന്ന കുറെ, ഞാൻ പേര് പറയുന്നില്ല, അവരെ പേര് പറഞ്ഞാൽ റീച്ച് ആക്കുന്നില്ല, വീണ്ടും റീച്ച് ആക്കുന്നില്ല. സോ അവരെല്ലാം കൂടെ എടുത്തിട്ടൊക്കെ കൊടയുവാണ്. എനിക്ക് മാത്രം ഒന്നും പറ്റില്ല. അങ്ങനെ ഒരു കാര്യം, ഇവരാരും ഒന്ന് എല്ലാ മാസവും കൊണ്ട് ഇവർ കൊണ്ട് പൈസ തരട്ടെ. നമ്മളെല്ലാരും ജീവിക്കുന്ന പണം ഉണ്ടാക്കാനാണല്ലേ. എന്ന് പറഞ്ഞാൽ പണം മാത്രം ഉണ്ടാക്കാനല്ല, നമുക്ക് കുറച്ച് ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്തിലും അടിസ്ഥാനം പണമാണ്, പൈസയാണ്. അപ്പം ഏത് മാർഗേനയെന്നല്ല, നമ്മൾ നല്ല കാര്യങ്ങളിലൂടെ തന്നെ. ഇപ്പൊ എനിക്കത് തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. മിക്ക സെലിബ്രിറ്റീസും സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നതുമാണ്, അവർ പൈസ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ എന്തായാലും ഞാൻ വലിയ സംഭവം ആണെന്നൊന്നുമല്ല, ഞാൻ ജസ്റ്റ് ചെയ്തു. ഒരുപാട് ആള് വരുമെന്ന് ഉദ്ദേശം ഒന്നുമല്ല ചെയ്തത്. ഞാൻ ചെയ്തു. എന്തായാലും ഇത്ര ആൾക്കാർ വന്നു, നമുക്ക് നോക്കാം, മുന്നോട്ട് പോവാം. അങ്ങനെയല്ല. എന്തായാലും തുടങ്ങി. ഇനി ധൈര്യമായിട്ട് മുന്നോട്ട് പോ. എന്തു വന്നാലും രേണുസുതിക്ക് ലാഭമല്ലേ. അതിപ്പോ നെഗറ്റീവ് പറഞ്ഞാലും തെറി പറഞ്ഞാലും വിമർശിച്ചാലും രേണുവിന് എന്നും ഹൈപ്പ് തന്നെയല്ലേ. നല്ല റീച്ചും അല്ലേ. അതുകൊണ്ടല്ലേ ഇപ്പം എത്രയൊക്കെ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാലും ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയപ്പോൾ ഒരുപാട് ആൾക്കാരാണ് രേണുസുതിയുടെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് ആ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ലൈവൊക്കെ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത്. അപ്പൊ രേണുവിന് കുറച്ച് യൂട്യൂബേഴ്സിന്റെ വിമർശനങ്ങൾ കേട്ടാലും നെഗറ്റീവ് കേട്ടാലും എന്താ, പൈസ നല്ല രീതിക്ക് കിട്ടുന്നില്ല. അപ്പൊ കുറച്ച് നെഗറ്റീവ് കേട്ടെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇന്നലെ സത്യം പറഞ്ഞ നിക്കർ മേടിക്കാൻ ഇങ്ങനെ എല്ലാ ഷൂട്ടിലും നിക്കർ ഇടാൻ വേണ്ടി ഇരുന്ന, പക്ഷെ കിട്ടിയില്ല. നിങ്ങൾ ഒന്ന് കട്ട് ചെയ്താലേ എനിക്കൊന്ന് പോകാൻ പറ്റും.